ഇനി നമ്മൾ കാണാൻ പോകുന്നത് വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, ഗോ ടു ഓട്ടോമേഷൻ. നമ്മുടെ ആവശ്യം എന്താണ്? നമ്മൾ അയക്കുന്ന മെയിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, മെയിലിൽ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരാൾ എപ്പോൾ തുറന്നാലും നമുക്കറിയാൻ സാധിക്കണം. ഓക്കെ, സോ കണ്ടിന്യൂ, ന്യൂ വർക്ക് ഫ്ലോ, ദെൻ നെയിം ഇറ്റ് ഡെമോ ട്രിഗർ ലിങ്ക്, ക്ലിക്ക്. ഓക്കെ, ട്രിഗർ എന്ന് പറയുന്നത് ട്രിഗർ ലിങ്ക് ക്ലിക്ക്ഡ് ആണ്. ട്രിഗർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. അതേതാണ്? സെലക്ട് ട്രിഗർ ലിങ്ക്. ഏത് ട്രിഗർ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. സോ നമുക്ക് ഡെമോ ഇല്ല, തൽക്കാലം ഈ ഒരു ട്രിഗർ ലിങ്ക് വയ്ക്കാം. 1 crore പ്ലാൻ YT വീഡിയോ എന്ന് പറയുന്ന ട്രിഗർ ലിങ്കാണ്. ഓക്കെ, പബ്ലിഷ് ഇറ്റ്, സേവ് ഇറ്റ്. ദെൻ ഈ ട്രിഗർ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അയക്കുന്ന ഇമെയിൽ ഓപ്പൺ ചെയ്ത് അവർ ലിങ്ക് ക്ലിക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇൻ കേസ് നിങ്ങൾ പ്രൊപ്പോസലൊക്കെ PDF രൂപത്തിൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ, ലിങ്ക് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഗെയിൻ ആഡ് ടു പൈപ്പ് ലൈൻ. ഓൾറെഡി അവർ പൈപ്പ് ലൈനിലോ ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങളൊരു പക്ഷേ അത് പോയിരിക്കുന്ന ഒരു മീൻസ് നിങ്ങളത് ഫോളോ അപ്പിലിട്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൈപ്പ് ലൈനിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഡെമോ പൈപ്പ് ലൈനിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസ് മാറ്റാം, സ്റ്റേജ് മാറ്റാം. ഓക്കെ, ന്യൂ ലീഡ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ട് കോണ്ടാക്ട് നെയിം സീംസ് ഹോട്ട് എന്ന് പറഞ്ഞാൽ, സീംസ് ഹോട്ട് എന്ന് പറഞ്ഞാൽ ലീഡ് ചിലപ്പോൾ ഹോട്ടായിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, so you can give further that you can make it open and allow opportunity to move to any previous stage in pipeline. ഇത് enable ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, and click save. Then you can notify, send internal notification to notification ആർക്ക്? യൂസർ അസൈൻ ടു ദ കോണ്ടാക്ട്. ഇവിടെ നിങ്ങൾക്ക് കോണ്ടാക്ട് നെയിമൊക്കെ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ലീഡ് ഓപ്പൺ ഇമെയിൽ ആൻഡ് ക്ലിക്ക് പ്രപ്പോസൽ സംതിങ്. നിങ്ങൾക്ക് അങ്ങനെ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ കണ്ടൻറ്റ് ഇവിടെ കൊടുക്കുക. സെയിം അതുപോലെ തന്നെ കണ്ടൻറ്റ് നിങ്ങൾ മെസ്സേജ് ബോഡിയിലും കൊടുക്കുക. എന്നിട്ട് ആരാണോ യൂസർ അസൈൻഡ് ആയിരിക്കുന്നത് ആ യൂസർക്ക് നിങ്ങൾ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. റീഡയറക്റ്റ് പേജ് കൊടുക്കേണ്ടത് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷനിൽ നിങ്ങളുടെ ആൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, നിങ്ങളുടെ സെയിൽസ്മാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവർക്ക് ആ പൈപ്പ് ലൈനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് പുതിയൊരു ലീഡ് വരുമ്പോൾ നമ്മൾ എടുക്കുന്ന സെയിം ആക്ഷൻ നമ്മളുടെ നർച്ചറിങ് പ്രോസസ്സിലുള്ള ഇമെയിൽസ് വഴി നമ്മൾ നർച്ചർ ചെയ്യുന്ന ആൾക്കാരിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ആ ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ലീഡിനെ ലൈഫ് ടൈം നർച്ചർ ചെയ്യാം വിത്തൗട്ട് ലൂസിങ് ഇറ്റ്. ഓക്കെ, ആൻഡ് സേവ്. ദാറ്റ്സ് ഇറ്റ്. സോ ദിസ് സേവ്സ് യുവർ ലോട്ട് ഓഫ് മണി ഫ്രം finding new leads. Maybe with this remarketing you can sell to the existing leads. Try this, it's very powerful.